പ്രണയ സാഫല്യം അപൂർവം ചിലർക്ക് മാത്രമാണ് ഉണ്ടാവുക. വർഷങ്ങളോളം ഒരുമിച്ച് സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം ചിലർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. പാതി വഴിയിൽ പൊലിഞ്ഞു പോവുന്ന വേദനയേക്കാളും ആ പ്രണയത്തിൻ്റെ ഓർമ്മകളും പേറി ആയുസ്സ് മുഴുവൻ ജീവിച്ച് തീർക്കുക എന്നത് അതുപോലൊരു നിർഭാഗ്യമാണ് സ്മൃതി എന്ന 28-കാരിയെ തേടിയെത്തിയത്. കോളേജ് കാലത്ത് മുട്ടിട്ട പ്രണയം 8 വർഷത്തോളം മുന്നോട്ട് കൊണ്ടുപോയി. ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും അനുഗ്രഹത്തോടെയുള്ള വിവാഹം. എന്നാൽ ജീവിച്ചു തുടങ്ങും മുമ്പേ വിധി പ്രിയപ്പെട്ടവനെ ജീവിതത്തിൽ നിന്നും പറിച്ചെറിയുകയായിരുന്നു. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലേക്ക് എത്തിയ ദിവസമാണ് സ്മൃതിയും അൻഷിമാനും പരസ്പരം കണ്ടുമുട്ടിയത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അതായിരുന്നു അവരുടെ പ്രണയം. ആദ്യം കണ്ട മാത്രയിൽ തന്നെ ഇരുവരും തമ്മിൽ പ്രണയത്തിലായി എന്ന് പറയാം. പരസ്പരം ആ ഇഷ്ടം പരിചയപ്പെടലിലേക്കും സൗഹൃദത്തിലേക്കും വൈകാതെ പ്രണയത്തിലേക്കും എത്തിച്ചു. 18-ാം വയസ്സിൽ തുടങ്ങിയ പ്രണയം കോളേജ് കാലഘട്ടത്തിൽ പൂത്ത് തളിർത്ത് നിൽക്കവെയാണ് അൻഷിമാൻ ഹമിഡ് ഫോയ്സ് മെഡിക്കൽ കോളേജിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് അങ്ങോട്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. 8 വർഷത്തോളമാണ് ഇരുവരുടെയും പ്രണയം മുന്നോട്ടു പോയത്. വൈകാതെ വിവാഹത്തിലേക്കുമെത്തി. ഇരു വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതപ്രകാരം ഹിന്ദു ആചാരം അനുസരിച്ച് വിവാഹം നടത്തി. സന്തോഷത്തിനും ആഹ്ലാദത്തിനും അതിരുകളില്ലാത്ത നിമിഷങ്ങളായിരുന്നു പിന്നീട്. 2 മാസത്തെ അവധിയെടുത്താണ് അൻഷുമാൻ വന്നത്. ഒന്നിച്ചുള്ള നിമിഷങ്ങൾ അത്രയും ഒരു നിമിഷം പോലും കളയാതെ മനോഹരമായ ഓർമ്മകൾ സൃഷ്ടിച്ചു. പരസ്പരം സ്നേഹിച്ചു യാത്രകൾ ചെയ്ത് ജീവിതം ആഘോഷമാക്കി. അതിനിടയിലാണ് ജമ്മു കാശ്മീരിലെ ജോലിസ്ഥലത്തേക്ക് അൻഷുമാന് പോവേണ്ടി വന്നത്. അങ്ങനെ നിർഭാഗ്യവശാൽ 2 മാസം പൂർത്തിയാക്കവേ പ്രിയപ്പെട്ടവളെ നാട്ടിലാക്കി അൻഷുമാൻ ജോലിസ്ഥലത്തേക്ക് യാത്രയായി. പിന്നീട് ഫോൺ വിളിയിലായിരുന്നു പ്രണയം. എല്ലാ ദിവസവും ഫോൺ വിളിക്കും. വിശേഷങ്ങളും സ്വപ്നങ്ങളും ഫോൺ വിളിയിലൂടെ മണിക്കൂറോളം പങ്കുവെക്കും. അന്ന് ജൂലൈ 18-ന് രാത്രിയും ഏറെ നേരം ഫോണിലൂടെ സംസാരിച്ചിരുന്നു. അടുത്ത 50 കൊല്ലത്തെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും വീട് വെക്കുന്നതിനെക്കുറിച്ചും പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ചെറുതും വലുതുമായ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും അവിടെ പങ്കുവെച്ചു. എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം ജൂലൈ 19-ന് രാവിലെ സ്മൃതിക്ക് വന്ന ഫോൺ കോളിൽ അവസാനിച്ചു. ജൂലൈ 19-ന് പുലർച്ചെ 3:30-യോടെ സിയാച്ച് ഹിമാനിയിലെ ബങ്കറിലുണ്ടായ തീപിടുത്തത്തിൽ ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് വീരമൃത്യു വരിച്ചുവെന്നായിരുന്നു സ്മൃതിയെ തേടിയെത്തിയ ആ ഫോൺ കോളിൻ്റെ ഉള്ളടക്കം. അദ്ദേഹം ഈ ലോകത്ത് ഇല്ല എന്ന വിവരം ബോധ്യപ്പെടാൻ 7-8 മണിക്കൂർ എടുത്തു എന്ന് സ്മൃതി സിംഗ് പറയുന്നുണ്ട്. ബങ്കറിനുള്ളിൽ അകപ്പെട്ട ജവാന്മാരെ രക്ഷിക്കുന്നതിനിടയിലാണ് അൻഷുമാൻ സിംഗ് ജീവൻ പൊലിഞ്ഞത്. 4 സൈനികരെ അദ്ദേഹം സുരക്ഷിതമായി പുറത്തെത്തിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞ് 5 മാസം തികയവെയാണ് അൻഷുമാൻ സിംഗ് വിയോഗം സംഭവിച്ചത്.